വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ മാത്രം ചർച്ചയാകുന്ന വിഷയമാണ് വന്യജീവി ആക്രമണം. പക്ഷേ എല്ലാ ദിവസവും എന്ന പോലെ വന്യജീവി ആക്രമണത്തെ ഭയന്ന് ജീവിക്കുന്ന ഗ്രാമങ്ങൾ കേരളത്തിലുണ്ട്. സ്കൂളിലേക്കുള്ള യാത്രയിൽ പതിയിരിക്കുന്ന ആക്രമണത്തെ ഭയക്കുന്ന കുട്ടികളുണ്ട്. വന്യജീവി ആക്രമണത്തെ തുടർന്ന് കൃഷി ഉപേക്ഷിക്കുകയും സ്വന്തം വീടും സ്ഥലവും വിട്ട് പോകേണ്ടി വന്നവരുമുണ്ട്. കേരളത്തിൽ വന്യജീവി ആക്രമണം അപൂർവമല്ല, അത് നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ഇതെല്ലാം കാരണമായി ആളുകൾ പറയുന്നത് വന്യജീവികൾക്ക് സർക്കാരുകൾ നൽകുന്ന നിയമ സംരക്ഷണമാണ്. മനുഷ്യനെ ആക്രമിക്കുന്ന വന്യജീവിക്ക് സുഖമായി തിരികെ പോയി ജീവിക്കാം. പക്ഷെ മനുഷ്യൻ വന്യജീവിയെ ആക്രമിച്ചാൽ അവൻ അഴിയെണ്ണേണ്ടി വരും. കേരളത്തിന്റെ 30% വനമാണ്. ഏകദേശം 11,522 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണം വരും ഇത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ വനങ്ങളോട് ചേർന്ന് തന്നെ ഗ്രാമങ്ങളും അവിടെ ജനവാസവുമുണ്ട്. ഇവിടങ്ങളിലേക്ക് കാട്ടാനകളും കാട്ടുപന്നികളും പുലിയും കടുവയും ഒപ്പം കുരങ്ങന്മാരും ഇറങ്ങുന്നത് ഇപ്പോൾ സാധാരണമായിരിക്കുന്നു. ഇവിടെ വന്യജീവി ആക്രമണം മൂലം മനുഷ്യർ കൊല്ലപ്പെടുകയും മുറിവേൽക്കപ്പെടുകയും കൃഷിനാശം ഉണ്ടാവുകയും സാമ്പത്തിക നഷ്ടം വരികയും ഭീതിയോടെ ഓരോ നിമിഷവും തള്ളി നീക്കേണ്ട സാഹചര്യവുമാണ് ഉള്ളത്. വനത്തിൽ നിന്ന് ഏതെങ്കിലും മൃഗം ഇറങ്ങി കൃഷികൾ നശിപ്പിക്കുകയും മനുഷ്യജീവന് ഭീഷണിയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കുവാൻ വന്യജീവി വകുപ്പിന് സ്വയമേവ കഴിയുകയുമില്ല. അവർ പ്രത്യേക പെർമിഷൻ എടുക്കേണ്ടതായും ഓർഡറുകൾക്കായി കാത്തിരിക്കുകയും വളരെ അപകടകരമായ സ്ഥിതി ആണെന്ന് തെളിയിക്കുകയും വേണം. അപ്രൂവൽ കിട്ടി വരുമ്പോഴത്തേക്ക് വന്യജീവി ഇറങ്ങി ആക്രമണം നടത്തി കഴിഞ്ഞിരിക്കും. ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ നിയമം വംശനാശം തടയുവാനും ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുവാനും മൃഗങ്ങൾക്കെതിരെ പണ്ട് മനുഷ്യർ നടത്തിയ ഹത്യകൾ തടയുവാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. വർഷങ്ങൾക്ക് മുൻപ് മൃഗങ്ങളെ വേട്ടയാടി കൊന്നിരുന്നു. എന്നാൽ നിയമം വന്നതോടെ പരമാവധി സംരക്ഷണം മൃഗങ്ങൾക്ക് ഉണ്ടാവുകയും വന്യജീവിതത്തിലേക്കുള്ള മനുഷ്യന്റെ കൈകടത്തലുകൾ കുറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വന്യജീവി വകുപ്പിന്റെ ഏറ്റവും വലിയ പരിഗണന വനവും വന്യജീവികളെയും സംരക്ഷിക്കുന്നതാണ്. വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോഴും അവയെ കൊല്ലാതിരിക്കുവാനാണ് വകുപ്പ് പരിശ്രമിക്കുന്നത്. വകുപ്പിലെ ഉദ്യോഗസ്ഥർ പോലും നിയമ നടപടിയെയും സസ്പെൻഷനെയും ഭയക്കുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ സുരക്ഷയ്ക്ക് 2ാം സ്ഥാനമേ ഇപ്പോൾ ഉള്ളൂ. ഒരു സാഹചര്യത്തിൽ തയ്യാറാക്കിയ വന്യജീവി സംരക്ഷണ നിയമം ദീർഘകാലങ്ങൾ കഴിഞ്ഞപ്പോൾ സുരക്ഷിതമല്ലാതെ ആയി തീർന്നിരിക്കുന്നു എന്ന് നിലവിലെ സാഹചര്യം വെളിപ്പെടുത്തുന്നു. ഇന്ന് വനം മേഖല വ്യാപിച്ച് ഗ്രാമങ്ങൾ കയ്യേറുകയാണ്. വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കുന്നു. വനവുമായുള്ള അതിർത്തികൾ അപ്രസക്തമാകുന്നു. എന്നാൽ വന്യജീവി സംരക്ഷണ നിയമം ഇവയുടെ സംഖ്യയെ സംരക്ഷിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇതുമൂലം കാട്ടുപന്നികളും കടുവകളും പെരുകുന്നു. കടുവകൾ അവരുടെ അതിർത്തികൾ വ്യാപിപ്പിക്കുന്നു. കാട്ടുപന്നികൾ കൃഷിയിടങ്ങളിലെത്തി കൃഷിനാശം ഉണ്ടാക്കുന്നു. ഇവിടെ കണ്ണിൽ പെടുന്നവരുടെ ജീവിതം ഇല്ലാതെയാകുന്നു. വന്യജീവികൾക്ക് സുരക്ഷ നൽകുന്നതിനൊപ്പം അവയുടെ സംഖ്യ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ഒരു ബാലൻസ് ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെ നാം അനുസരിക്കുമ്പോൾ തന്നെ കാലത്തിനനുസരിച്ച് വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്തണമോ എന്നറിയുവാൻ മറ്റുള്ള രാജ്യങ്ങൾ ഈ കാര്യത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് അറിയണം. ഒട്ടുമിക്ക രാജ്യങ്ങളും വന്യജീവി സംരക്ഷണം നടത്തുന്നുണ്ട്. എന്നാൽ അവയുടെ സംഖ്യ നിയന്ത്രിക്കുന്നുമുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എല്ലാ വർഷവും വന്യമൃഗങ്ങളുടെ സംഖ്യ കണക്കാക്കുകയും നിയന്ത്രിത വേട്ടയാടൽ അനുവദിച്ചിട്ടുമുണ്ട്. അതിനായി പ്രത്യേക ആളുകൾക്ക് ലൈസൻസ് നൽകിയിട്ടുണ്ട്. വേട്ടയ്ക്കായി പ്രത്യേക സീസണും കോട്ടയും അനുവദിക്കും. കാനഡയിൽ മാനുകളുടെയും കാട്ടുപന്നികളുടെയും സംഖ്യ ഇതുപോലെ നിയന്ത്രിക്കുന്നുണ്ട്. ഇവയുടെ അമിതമായ പേറുകൾ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ദോഷകരമായാണ് കണക്കാക്കുന്നത്. ഓസ്ട്രേലിയയിൽ കങ്കാരുവിന്റെ സംഖ്യ ഇതുപോലെ നിയന്ത്രിക്കുന്നുണ്ട്. അതിനായുള്ള കോട്ടകൾ സർക്കാർ നൽകും. പട്ടിണിയും രോഗവ്യാപനവും അപകടങ്ങളും കുറയ്ക്കുവാനാണ് ഇത് ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ഇതുപോലെ കാട്ടുപന്നികളുടെയും മാനുകളുടെയും എണ്ണം നിയന്ത്രിക്കുന്നുണ്ട്. കൃഷിനാശവും ആളുകളുടെ സുരക്ഷയും മുൻനിർത്തിയാണ് ഇത് ചെയ്യുന്നത്. ലൈസൻസ് നൽകിയിരിക്കുന്ന ഓരോ വേട്ടക്കാർക്കും വേട്ടയാടുവാൻ കഴിയുന്നവരുടെ എണ്ണം നിശ്ചയിച്ച് നൽകും. അതിൽ കൂടുതൽ എണ്ണത്തെ വേട്ടയാടുവാൻ ഇവർക്ക് കഴിയുമില്ല. കൂടാതെ മഞ്ഞുകാലത്ത് ഈ വേട്ടക്കാർ തന്നെ ഇവയ്ക്കുള്ള ഭക്ഷണം നൽകുകയും ചെയ്യും. ഈ രാജ്യങ്ങളിലെല്ലാം വന്യജീവി സംരക്ഷണം ഉണ്ട്. എന്നാൽ അതിനൊരു പരിധിയും നിശ്ചയിച്ചിട്ടുണ്ട്. മൃഗസ്നേഹികളും പരിസ്ഥിതി സംരക്ഷകരും മൃഗങ്ങൾക്ക് അനുകൂലമായ വാദഗതികൾ ഉയർത്താറുണ്ട്. മനുഷ്യർ എല്ലായിടത്തും പെരുകുകയല്ലേ, പിന്നെ മൃഗങ്ങൾക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് ആണ് ചോദിക്കുന്നത്. എന്നാൽ ഈ താരതമ്യം ശരിയല്ല. മനുഷ്യർ ജീവിക്കുന്നത് ഒരു സംവിധാനത്തിന് കീഴിലാണ്. അവിടെ കുടുംബാസൂത്രണവും സാമൂഹിക സാമ്പത്തിക പരിമിതികളും ഉണ്ട്. എന്നാൽ മൃഗങ്ങൾക്ക് ജനന നിയന്ത്രണമില്ല. ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇവ ജന്മം നൽകുന്നു. ഇതുമൂലം ഇവയുടെ സംഖ്യ പെരുകി ഒരു പരിധി കടക്കുമ്പോൾ വനം തന്നെ നശിച്ചു പോകും. വനത്തിൽ ആഹാരക്ഷാമം ഉണ്ടാകും. ഇതോടെ വനത്തിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങും. വന്യജീവികളുടെ വർധനവും അവ നാട്ടിലേക്ക് ഇറങ്ങുന്നത് കാരണവും ബുദ്ധിമുട്ടുന്നത് കർഷകരും ഗോത്രവർഗങ്ങളും തോട്ടം തൊഴിലാളികളും
വനത്തോട് ചേർന്ന ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുമാണ്. ഇവർക്ക് കൃഷി നഷ്ടപ്പെടുകയും വരുമാനം ഇല്ലാതാകുകയും ചെയ്യുന്നു. സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും വന്യജീവിയുടെ മുന്നിൽപ്പെട്ട് ജീവിതം അവസാനിക്കും. എന്നാൽ ഈ ഒരു ജീവിതം പലപ്പോഴും മാധ്യമങ്ങളിൽ എത്തുന്നില്ല. അപൂർവമായി മാത്രമേ ചർച്ചയാകാറുള്ളൂ. ഒരു മൃഗം കൊല്ലപ്പെട്ടാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ ഒരു മനുഷ്യൻ മൃഗങ്ങളാൽ കൊല്ലപ്പെട്ടാൽ ചെറിയൊരു നഷ്ടപരിഹാരം നൽകി ആ കാര്യം വിസ്മരിക്കപ്പെടും. വനാതിർത്തിയിൽ ഗ്രാമങ്ങളും തോട്ടം തൊഴിലാളികളും അനുഭവിക്കുന്ന അതേ പ്രശ്നം തന്നെ മൃഗസംരക്ഷണ നയം മൂലം പട്ടണങ്ങളിൽ താമസിക്കുന്നവരും അനുഭവിക്കുന്നുണ്ട്. അത് തെരുവു നായയുടെ ശല്യമാണ്. തെരുവു നായ്ക്കളിൽ പലതും ശൗര്യം നിറഞ്ഞ് അക്രമാസക്തമായി നിൽക്കുന്നവയാണ്. വഴിയിലൂടെ പോകുന്ന കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും മാത്രമല്ല, വീടുകളിൽ ഇരിക്കുന്നവരെ വരെ തെരുവു നായ ആക്രമിക്കുന്നു. തെരുവു നായ്ക്കളെ നിയന്ത്രിക്കുവാൻ വന്ധ്യീകരണം, ഷെൽട്ടറുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊണ്ടുവന്നു. എങ്കിലും ഒന്നും വിജയകരം ആയില്ല. രാത്രി കാലങ്ങളിലും പ്രഭാത സമയങ്ങളിലും ആരുമില്ലാത്ത റോഡുകളിലുമാണ് തെരുവു നായ്ക്കൾ ആളുകളെ ആക്രമിക്കുന്നത്. തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പുണ്യപ്രവൃത്തിയായി കരുതുന്നവരുണ്ട്. അവർക്ക് മൃഗസ്നേഹം മാത്രമേ ഉള്ളൂ. വനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലവിലെ നയങ്ങൾ തുടർന്നാൽ വനങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങൾ എല്ലാം വനങ്ങളായി മാറും. അവിടെയുള്ള സുഗന്ധദ്രവ്യ വിളകൾ ഉൾപ്പെടെയുള്ളവ ഉള്ള കൃഷികൾ ഇല്ലാതെയാകും. തുടർന്ന് അതിനപ്പുറമുള്ള ഗ്രാമങ്ങളും വന്യജീവി ഭീതിയിലാകും. ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കുവാൻ ഒരിക്കലും ഇവയെ കൊന്നൊടുക്കുകയോ വേട്ടയ്ക്കുള്ള മാനദണ്ഡമില്ലാത്ത അനുമതിയോ നൽകുകയല്ല വേണ്ടത്. അതിന് ശാസ്ത്രീയമായ നിയന്ത്രണമാണ് വേണ്ടത്. വന്യജീവികളുടെ സംഖ്യയെടുപ്പ് തുടർച്ചയായി നടത്തണം. ഏതെങ്കിലും വന്യജീവികൾ പെരുകുകയും നാട്ടിലേക്ക് കയറി മനുഷ്യവാസത്തിന് ഭീഷണിയാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ വിഭാഗം മൃഗങ്ങളെ നിയന്ത്രിക്കുവാനുള്ള നടപടി ഉണ്ടാകണം. അതിന് അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാനുള്ള നിയന്ത്രണ അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകണം. അപകടകാരിയായി കണ്ടെത്തുന്ന മൃഗങ്ങളെ നിയന്ത്രിക്കാനുള്ള നടപടികൾ വേഗത്തിലുണ്ടാകണം. നിയമങ്ങളിൽ നിലവിലെ സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം. വന്യജീവികളെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മനുഷ്യജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് മൃഗങ്ങളെ സംരക്ഷിക്കുന്നത് നീതിയല്ല. പ്രകൃതിയെ സന്തുലിതമായി സംരക്ഷിക്കേണ്ടതുണ്ട്. ആ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിന് അതിജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ സന്തുലിതാവസ്ഥയെ നിലനിർത്തേണ്ടത് നിയമവ്യവസ്ഥയിലൂടെയാണ്. ഈ റിയാലിറ്റി നാം അവഗണിച്ചാൽ സംഘർഷവും വിദ്വേഷവും ഒപ്പം ഭയവും വളരും. രാജ്യത്തിനൊപ്പം കേരളത്തിനും മാറ്റം അനിവാര്യമാണ്. ഇവിടെ നയപരമായ മാറ്റമാണ് ഉണ്ടാകേണ്ടത്. നിങ്ങൾ പട്ടണത്തിലായിരിക്കാം ജീവിക്കുന്നത്. എന്നാൽ ഒരുപറ്റം ആളുകളുടെ ജീവിതം വന്യജീവികളുമായുള്ള സംഘർഷത്തിൽ എരിയുമ്പോൾ നിങ്ങൾ അത് അവഗണിക്കരുത്. നിങ്ങളുടെ ജീവിതവും തെരുവ് നായ്ക്കളുടെ ഭീതിയിൽ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. ഈ ഒരു സംഘർഷം ഒഴിവാക്കാനായി മറ്റെന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ നിർദ്ദേശിക്കാം.